ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ കുറേ ആൾക്കാർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എങ്ങനെ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു ജോബ് സെറ്റ് ചെയ്യാം? ജോബ് മാർക്കറ്റ് നല്ല ടഫാണ് ഇപ്പോൾ. അപ്പോൾ ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ ചെയ്യണം? ഓക്കെ, അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ബിക്കോസ് ഞാനും നിങ്ങളെപ്പോലെ വൺസ് ഇങ്ങനെ ജോബ് സെർച്ച് ചെയ്തിട്ടാണ് കിട്ടിയത്. അതിപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറയാം. അപ്പോൾ നിങ്ങളൊരു ജോബ് സെർച്ച് ചെയ്യാൻ നേരത്ത് ഏറ്റവും ഫസ്റ്റ് കാര്യം നിങ്ങളുടെ റെസ്യൂമാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റെസ്യൂം എത്ര സ്ട്രോങ് ആണോ അത്രയും ഈസിയാണ് നിങ്ങൾക്ക് കുറേ ഇൻ്റർവ്യൂ കോൾസും അതേപോലെ HR നിങ്ങളുടെ ഈ പ്രൊഫൈൽ കണ്ട് സെലക്ട് ചെയ്യാനും. അപ്പോൾ റെസ്യൂം എപ്പോഴും സ്ട്രോങ് ആക്കുക. പിന്നെ നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യാൻ പോണ പ്ലാറ്റ്ഫോം ലിങ്ക്ഡിൻ, നൗക്കറി. പിന്നെ റെഫറലാണ് ഏറ്റവും കൂടുതൽ ചാൻസ് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടാൻ. കാരണം റെഫർ ആരെങ്കിലും നിങ്ങൾ ഒരു കമ്പനിയിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി കൂടും. അപ്പോൾ നിങ്ങളെ HR ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും റെഫറൽ നോക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അവരോട് പറയുക, ഇങ്ങനൊരു ജോബ് വേക്കൻസി കാണുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്നെ റെഫർ ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ ഒരാൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ റെഫർ ചെയ്യുന്ന ആൾക്കും കുറച്ച് പൈസ കിട്ടും. ഇപ്പോൾ ചില കമ്പനീസിൽ 10,000 കിട്ടും. ഇപ്പോൾ നിങ്ങളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ 10,000 കിട്ടും. അപ്പോൾ ഈ 3 വേ കൂടെ നിങ്ങൾക്ക് ഒരു ജോബിന് അപ്ലൈ ചെയ്യാം. ഈ ലിങ്ക്ഡിനിൽ എങ്ങനെ ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്യാം, അതേപോലെ ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യാം, അതിനൊക്കെ കുറച്ച് ടിപ്സും ടെക്നിക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ലിങ്ക്ഡിനിലെ ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യാം. അതേപോലെ നൗക്കറിയിലും. ഈ നൗക്കറിയിലാണ് എനിക്ക് ലിങ്ക്ഡിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നിയത്. കാരണം എനിക്ക് കുറേ കോൾസ് ഡെയിലി നൗക്കറിയിൽ നിന്ന് വരും. ഇപ്പം ഞാൻ ജോബൊന്നും നോക്കുന്നില്ലെങ്കിൽ പോലും കുറേ HR എൻ്റെ പ്രൊഫൈൽ കണ്ടുപിടിച്ച് അതിൽ നിന്ന് നമ്പർ കണ്ടുപിടിച്ച് കുറേ കോളൊക്കെ വരാറുണ്ട്. അപ്പോൾ നൗക്കറിയിൽ നമ്മൾ പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. അതിനെ പറ്റിയിട്ടും സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അതേപോലെ റെഫറൽ എങ്ങനെ ചെയ്യാം, എങ്ങനെ ഒരാളോട് റെഫറൽ ചോദിക്കാം. ചുമ്മാ റാൻഡംലി കയറി എനിക്കൊരു ജോബ് തരുമോ എന്ന് ചോദിക്കാൻ പാടില്ല. ഓക്കെ, അത് പ്രൊഫഷണൽ അല്ല. അത് നിങ്ങൾ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണലായിട്ട് ചോദിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റെസ്യൂം എങ്ങനെ ബിൽഡ് ചെയ്യാം. ബിക്കോസ് റെസ്യൂം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്, ഇപ്പോൾ റെഫറൽ ആണെങ്കിൽ പോലും HR നിങ്ങളുടെ റെസ്യൂം നോക്കിയിട്ടായിരിക്കും നിങ്ങളെ വിളിക്കണത്. അപ്പോൾ റെസ്യൂം എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ റെസ്യൂം ഉണ്ടാക്കുമ്പോൾ കുറേ മിസ്റ്റേക്സ് വരുത്തും. ആ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്ത് ഒരു പെർഫെക്റ്റ് റെസ്യൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിൽ പോവുക, റെസ്യൂം വേർഡഡ്. എന്നിട്ട് ഈ വെബ്സൈറ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ റെസ്യൂം അപ്ലോഡ് ചെയ്യും. റെസ്യൂം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതൊരു സ്കോർ തരും. ബിക്കോസ് ഇപ്പോൾ എല്ലാ കമ്പനിയിലും ATS ആണ് ഉപയോഗിക്കുന്നത്. ATS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോമേറ്റഡ് ടൂളാണ്. ഇപ്പോൾ ഒരു ജോബിന് പോസ്റ്റ് ചെയ്യുമ്പോൾ, ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ആയിരക്കണക്കിന് റെസ്യൂംസ് വരും. ഈ ഓരോ റെസ്യൂമും നോക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു HR കൊണ്ടിട്ട് പോസിബിൾ അല്ല. അപ്പോൾ അവരൊരു ടൂൾ ഉപയോഗിക്കും. ആ ടൂളിലേക്ക് ഈ റെസ്യൂം എല്ലാം കയറും. കയറിയിട്ട് അത് ഫിൽട്ടർ ഔട്ട് ആയിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷന് ഏറ്റവും സൂട്ടബിൾ ആവുന്ന റെസ്യൂംസ് സെലക്ട് ചെയ്ത് HR കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ റെസ്യൂം ഒരു ATS ഫ്രണ്ട്ലി ആണോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ റെസ്യൂം വേർഡഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ റെസ്യൂം അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്കൊരു സ്കോർ തരും. ഞാനിപ്പോൾ ഒരു സാമ്പിൾ റെസ്യൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ സ്കോർ 52 ആണ്. ഇത് നിങ്ങളൊരു 80 to 90 ആക്കിയാൽ മാത്രമേ നിങ്ങളുടെ റെസ്യൂം ഒരു ATS ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ അതിനനുസരിച്ച് നിങ്ങളുടെ റെസ്യൂം ബിൽഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടെംപ്ലേറ്റ് എടുക്കുക. ഇപ്പോൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെംപ്ലേറ്റ് കിട്ടും. യൂസ്ലെസ് ടെംപ്ലേറ്റ് ആണ്. അത് യൂസ് ആക്കാണ്ട് ഒരു പ്രൊഫഷണൽ അതേപോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് എടുക്കുക. ആ വെബ്സൈറ്റിൽ തന്നെ അങ്ങനെയുള്ള ടെംപ്ലേറ്റ്സുകൾ ഉണ്ടാവും. പക്ഷേ ആ ടെംപ്ലേറ്റ്സിന് പൈസ കൊടുക്കേണ്ടി വരും. അപ്പം ഫ്രീ ആയിട്ട് അങ്ങനത്തെ ടെംപ്ലേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഓവർലീഫ് റെസ്യൂം എന്ന് പറഞ്ഞ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ കാണുന്ന ഈ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ ക്ലീനും ഒരു പ്രൊഫഷണൽ റെസ്യൂംസ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇതൊക്കെ പ്രൊഫഷണലാണ്, അതേപോലെ വളരെ ക്ലീനുമാണ്. സോ ഇതുപോലുള്ള റെസ്യൂംസ് വേണം നിങ്ങൾ നല്ല നല്ല കമ്പനികളിൽ അപ്ലൈ ചെയ്യാൻ നേരത്തെ ഉപയോഗിക്കാൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഷ്ടംപോലെ റെസ്യൂംസ് ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെ നിങ്ങൾ 1, 2, 3 ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടെംപ്ലേറ്റ് അടിച്ചു കൊടുക്കുക. എപ്പോഴും ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഏതെങ്കിലും റെസ്യൂംസ് സെലക്ട് ചെയ്യുക. ലൈക്ക് ഫോർ എക്സാമ്പിൾ മുഹമ്മദ് ജാവീദ്, അതേപോലെ അക്ഷയ് വൈഷ്ണവ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. ബട്ട് ഇത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടാസ്ക് ഉണ്ട്, അത് ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു റെസ്യൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് വരും. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഫ്രഷറിൻ്റെ റെസ്യൂമാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്, സ്കില്ല് കൊടുത്തിട്ടുണ്ട്, പിന്നെ കൊടുത്തിട്ടുള്ള പ്രൊജക്റ്റാണ്, എക്സ്പീരിയൻസ് ഉള്ള. അപ്പോൾ ഈ റെസ്യൂം നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ നല്ലതായിട്ട് യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്പൺ ആസ് ടെംപ്ലേറ്റ് കൊടുക്കുക.
അപ്പം ഇങ്ങനൊരു പേജിലേക്ക് വരും. ഇവിടെയാണ് ഒരു സീനുള്ളത്. ഈ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വേൾഡിലൊക്കെ എഡിറ്റ് ചെയ്യണ പോലെ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇതൊരു ലാറ്റക്സ് കോഡാണ്. അപ്പോൾ ലാറ്റക്സ് കോഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ദേ ഈ കണ്ടോ, ഈ അഡ്രസ്സിൻ്റെ സൈഡിൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. അങ്ങനെ എഡിറ്റ് ചെയ്ത് വേണം ഇത് സെറ്റാക്കാൻ. നല്ല ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. പക്ഷേ ടൈം ഇടുക, എഫേർട്ട് ഇടുക, എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലാറ്റക്സ് കോഡിൽ പോയി എഡിറ്റ് ചെയ്യുന്നത് ഒരു ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഒരു സൊല്യൂഷൻ ഉള്ളത്. അതല്ലെങ്കിൽ വേറൊരു സൊല്യൂഷൻ ഞാൻ ഫൈനലിൽ പറഞ്ഞുതരാം. അത് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം ചെയ്യാനുള്ളത് ChatGPT ആണ്. ഓക്കെ, ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, ഗ്രോക്ക് ഉണ്ട്, അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ChatGPT എങ്ങനെയാണ് റെസ്യൂമിൽ യൂസ് ആക്കേണ്ടതെന്ന് ഞാനൊരു പ്രോംപ്റ്റ് കാണിച്ചു തരാം. സോ നിങ്ങളിപ്പോൾ ഒരു ജോബ് ഡിസ്ക്രിപ്ഷന് അപ്ലൈ ചെയ്യാണ്, ജോബിന് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിനൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ. ഇതാണ് ഞാൻ ഏതോ ഒരു പോസ്റ്റിൽ കണ്ട ഒരു JD കോപ്പി ചെയ്തതാണ്. JD എന്ന് വെച്ചാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ. അത് കോപ്പി ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് ഒരു പ്രോംപ്റ്റ് ഉണ്ട്, ഈ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുക. ഐ വിൽ ഗീവ് മൈ റെസ്യൂം. അപ്പോൾ എന്താ ചെയ്യുക, ChatGPT ആ ജോബ് ഡിസ്ക്രിപ്ഷന് സൂട്ടബിൾ ആവുന്ന രീതിയിൽ നിങ്ങളുടെ റെസ്യൂം ഒപ്റ്റിമൈസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ, അപ്പോൾ എല്ലാ ജോബിനും ഒരു സെപ്പറേറ്റ് നിങ്ങൾക്കൊരു മെയിൻ റെസ്യൂം ഉണ്ടാവണം. പിന്നെ ഓരോ ജോബിന് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ റെസ്യൂം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച്. അപ്പോൾ ഈ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ഈ പ്രോംപ്റ്റും ഈ നോട്ട് പാഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാനിതെൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു റെസ്യൂം സെറ്റ് ചെയ്യാൻ AI ഉപയോഗിക്കുക, അതേപോലെ ഓവർലീഫ് ഉപയോഗിക്കുക. ഞാൻ കാണിച്ചു തന്ന വെബ്സൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ആക്കാം. ഇത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ടാസ്ക് ആണെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഈസ്, ഞാനൊരു ഗൂഗിൾ ഫോം താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ആക്കുക. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂം സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ആക്കി തരാം. ഓക്കെ, ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, ഞാൻ പറഞ്ഞല്ലോ. സോ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൾട്ടിപ്പിൾ കമ്പനീസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ കമ്പനീസിൽ വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു HR നിങ്ങളെ വിളിക്കുക. കാരണം എനിക്ക് നൗക്കറിയിൽ നിന്ന് ഡെയിലി കോൾസ് വരുന്നുണ്ട്, എല്ലാം ബിക്കോസ് ഓഫ് മൈ റെസ്യൂം. അവർ റെസ്യൂം കണ്ടിട്ടാണ് അവർ നമ്മളെ വിളിക്കുന്നത്. സോ നിങ്ങളുടെ ഒരു റെസ്യൂം ഒരു 80+ ആക്കി ഞാൻ മാറ്റിത്തരാം. അതേപോലെ ഒരു സൈബർ സെക്യൂരിറ്റി ബേസ്ഡ് പല റിവിഷൻസ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനൊരു ചെറിയ പേയ്മെൻ്റ് ഉണ്ട്, ബിക്കോസ് ഇതൊരു നല്ല ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു പേയ്മെൻറ്റ് വെച്ചേക്കുന്നത്. മാർക്കറ്റിൽ ഒരു റെസ്യൂം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 2000-3000 റുപ്പീസ് ആവും. അത്രയൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പെർഫെക്റ്റ്, അതാണെങ്കിലും ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ നൗക്കറിയിലും ലിങ്ക്ഡിനിലും എങ്ങനെ ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതേപോലെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും പറഞ്ഞുതരാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു ഗൈസ്. ബൈ.